റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിന്റെ 7ാം പതിപ്പ് ഇടുക്കി കുട്ടിക്കാനത്ത് പ്രദർശനം തുടരുന്നു. പ്രകൃതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ മുഖ്യ വിഷയമായി നടത്തുന്ന അന്തർദേശീയ ചലച്ചിത്രമേളയായ റെയിൻ ഫെസ്റ്റിവൽ ഇതിനകം തന്നെ രാജ്യാന്തര തലത്തിൽ പ്രാധാന്യമാർജിച്ചിട്ടുണ്ട്. പ്രകൃതി വിഷയമായ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടാണ്. മരുഭൂമീകരണവും ഭൂനാശവും തടയുന്നതിനുള്ള ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ. ഇപ്പോൾ 130 സിനിമ കുട്ടികൾ ചെയ്യുമ്പോൾ 130 എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കില്ല, ഒരു 10, 15, 20 പേരുണ്ടാവും ഒരു ടീമിൽ ഒരു പടം ചെയ്യാൻ. അപ്പോൾ അത്രയും കുട്ടികൾ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഒരു വേ അല്ല ഒരു അപ്രോച്ച് ഇതിലുണ്ടാകുന്നുണ്ട്. കുട്ടിക്കാനം മരിയൻ കോളേജിലെ മാധ്യമ പഠന വിഭാഗമാണ് ഫിലിം ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിക്കുന്നത്. ജയരാജ് ഫൗണ്ടേഷനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന് ശേഷം നടത്തുന്ന ആദ്യ റെയിൻ ഫെസ്റ്റിവലാണ് ഇത്തവണത്തേത്. ഇതൊരു വലിയ കൂടിച്ചേരലാണ്. ഈ 2 ദിവസം NSSന്റെ 1000-ഓളം വിദ്യാർത്ഥികൾ വന്ന് ഇവിടെ താമസിച്ച് ഇവിടുന്ന് തന്നെ ഇവരെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സിനിമ കണ്ട് സിനിമ ചിന്തിച്ച് അത് മുഴുവൻ ടോപ്പിക്ക് നേച്ചർ ആകുമ്പോൾ അതൊരു വലിയൊരു ഒരു എക്സ്പാൻസാണ്. കേരളത്തിലെ 3000-ലധികം NSS യൂണിറ്റുകൾ പ്രകൃതി പ്രമേയമായി നിർമ്മിക്കുന്ന 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെന്ററികളുമാണ് ഈ റെയിൻ ഫെസ്റ്റിവലിലെ മുഖ്യ ആകർഷണം. പ്രകൃതി പ്രമേയമായ അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ച സിനിമകളുടെ പ്രദർശനവും ജയരാജ്, കവിയൂർ ശിവപ്രസാദ്, വിനോദ് P. ശിവരാമൻ എന്നിവർ നേതൃത്വം വഹിക്കുന്ന മാസ്റ്റർ ക്ലാസുകളും ഫെസ്റ്റിവലിന്റെ ആകർഷണങ്ങളാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.